വാറണ്ട് നൽകി കഴിയുകയാണ്. അത് ഒപ്പിട്ട് വാങ്ങുകയാണോ പി വി അൻവർ എം.എൽ.എ? പോലീസ് ഉദ്യോഗസ്ഥരും ഒതായിയിലെ വീട്ടിലാണ്. അറസ്റ്റിന് തൊട്ട് മുന്നോടിയായുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ആ പ്രതികരണങ്ങൾ കേൾക്കാം. കരുളായി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട മാഞ്ചേരി വനത്തിൽ ആനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ എം.എൽ.എ. പി വി അൻവറിന്റെ നേതൃത്വത്തിൽ 1 മുതൽ 40 കൂടിയ പ്രവർത്തകർ അന്യായമായ സംഘം ചേർന്ന് ഇന്ന് 11 മണിക്ക് നിലമ്പൂർ നോർത്ത് DFO ഓഫീസ് കോമ്പൗണ്ടിലേക്ക് വന്ന് ഓഫീസിന്റെ മുൻവശം അടിച്ചു തകർത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് അതിക്രമിച്ചു കയറി അവിടെയുണ്ടായിരുന്ന CPO 6194 എന്ന നമ്പറുകാരനായ പോലീസുകാരനെ തള്ളിമാറ്റിയും ചവിട്ടിപ്പരിക്കേൽപ്പിച്ചും ഓഫീസിന്റെ ഫാബ്രിക്കേഷൻ ഡോർ ചവിട്ടിപ്പൊളിച്ചും അവിടെയുണ്ടായിരുന്ന ക്ലോക്കും ട്യൂബ്ലൈറ്റും കസേരയും മേശയും ഓഫീസ് റൂമിന്റെ വാതിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിച്ചും നാശനഷ്ടം വരുത്തിയ കാര്യത്തിന് ഇപ്പോൾ നിലമ്പൂർ എം.എൽ.എ. പി വി അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇപ്പോൾ DYSP ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാറണ്ട് നൽകിയിരിക്കുന്നത്. FIR-ന്റെ കോപ്പിയും നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റിനോട് സഹകരിക്കും എന്നാണ് പി വി അൻവർ എം.എൽ.എ. പറഞ്ഞത്. ഞാൻ ഒളിച്ചോടാനില്ല, നെഞ്ചുവേദന അഭിനയിക്കാനില്ല, ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കാനില്ല, നിയമത്തിന് കീഴടങ്ങും ഒരു നിയമസഭാ സാമാജികനായി ജയിലഴികളിൽ അടയ്ക്കപ്പെട്ടാൽ തന്നെ വിഷം കൊന്നില്ലെങ്കിൽ പുറത്തിറങ്ങുന്ന നാൾ ഇതിനെതിരെ ഞാൻ കണക്ക് ചോദിച്ചിരിക്കുമെന്നാണ് പി വി അൻവർ എം.എൽ.എ. ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ പി വി അൻവർ എം.എൽ.എയുടെ ഒതായിയിലെ വീട്ടിലുള്ള ദൃശ്യങ്ങളാണ്. DYSP ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ വീട്ടിൽ കയറി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിനോട് പൂർണ്ണമായും സഹകരിക്കുകയാണ് നിലമ്പൂർ എം.എൽ.എ. പി വി അൻവർ. സ്വർണ്ണക്കടത്ത് വിഷയമടക്കം, സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലടക്കമുള്ള വിഷയങ്ങൾ, തൃശ്ശൂർ പൂരം കലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, MR അജിത് കുമാറിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വലിയ കൊടുങ്കാറ്റുണ്ടാകുമ്പോഴൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ഇപ്പോൾ നിലമ്പൂർ DFO നോർത്ത് ഓഫീസ് അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ 11 പ്രതികൾക്കൊപ്പം 1-ാം പ്രതിയായി പി വി അൻവർ എം.എൽ.എ. പ്രതി ചേർത്ത് FIR ഇട്ട് ജാമ്യമില്ലാ കുറ്റങ്ങൾ ചേർത്ത് ഇപ്പോൾ പി വി അൻവർ എം.എൽ.എ. ഒതായിലുള്ള വീട്ടിൽ നിന്നും DYSP ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കൊപ്പം അഷ്കർ അലി ഉണ്ട്, മുബഷീറുണ്ട്. അഷ്കർ അലി, മുബഷീർ, എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ? അരുൺ, ഇപ്പോൾ അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രേഖാപരമായ നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യം ഒപ്പിടാനുള്ള കാര്യം പി വി അൻവർ ഒപ്പിട്ട് നൽകിയപ്പോൾ അതിൻ്റെ പകർപ്പ് തനിക്ക് ഇപ്പോൾ തന്നെ ലഭ്യമാക്കണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ കൈമാറാമെന്ന് ഇപ്പോൾ DYSP ഉറപ്പ് നൽകി. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളുമായി സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒപ്പിട്ട് നൽകിയത്. അതിൻ്റെ മറ്റ് രേഖകൾ കൂടിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സാക്ഷികളുടെ ഒപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ നിലമ്പൂർ CI ഇപ്പോൾ അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ FIR രജിസ്റ്റർ ചെയ്ത CI എന്നുള്ള നിലയിൽ നിലമ്പൂർ SHO ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അതിൽ ഒപ്പിട്ടിരിക്കുന്നു. പി വി അൻവറിൻ്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. ഈ ഘട്ടത്തിൽ പി വി അൻവർ അറസ്റ്റിലായിരിക്കുന്നു. ഇന്ന് നിലമ്പൂരിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് പി വി അൻവറിൻ്റെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാവിലെ 11 മണിയോടെയാണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിനെതിരെ പ്രതിഷേധമായി പി വി അൻവർ രംഗത്തെത്തിയത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വനനിയമ ഭേദഗതി
ഭേദഗതി ബില്ലിനെതിരെ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ജനകീയ യാത്ര നടക്കുന്നുണ്ടായിരുന്നു. ഈ ജനകീയ യാത്ര പാതി വഴി നിർത്തിവെച്ചാണ് പി വി അൻവറും അതോടൊപ്പം തന്നെ അൻവറിനൊപ്പമുള്ള ജാഥ അംഗങ്ങളും പ്രതിഷേധവുമായി നിലമ്പൂർ DFO ഓഫീസിലേക്ക് എത്തിയത്. DFO ഓഫീസിലെത്തിയ പി വി അൻവർ നോർത്ത് DFOയുടെ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. പിന്നീട് ഏറെ നേരം ഉപരോധം തുറന്ന ശേഷം പിന്നീട് ഏതാനും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ DFO ഓഫീസിൻ്റെ കവാടം തകർത്തുകൊണ്ട് അകത്ത് കയറിയും പിന്നെ വലിയൊരു സംഘർഷം അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഓഫീസിനകത്തെ കസേരകളും അതുപോലെ തന്നെ മേശയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ക്ലോക്ക് ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകളൊക്കെ തന്നെ പൂർണ്ണമായും തകർക്കുന്ന സാഹചര്യമുണ്ടായി. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഓഫീസിനകത്തുള്ള വാതിലും പിന്നീട് തകർത്തു. അതിനുശേഷമാണ് പിന്നീട് പ്രതിഷേധമായി പി വി അൻവർ ഒപ്പമുള്ള പ്രവർത്തകരും നിലമ്പൂരിലൂടെ പ്രതിഷേധ പ്രകടനമായി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത്. അവിടെ വെച്ച് 5ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെയാണ് പിന്നീട് 25 നമ്പറായി FIR ആയി ഈ വർഷത്തെ 25 നമ്പറായി നിലമ്പൂരിൽ FIR രജിസ്റ്റർ ചെയ്തത്.